ബിറ്റ്കോയിൻ. ഈ വാക്ക് കേൾക്കാത്തവരായി ഇന്ന് ആരും ഉണ്ടാകില്ല. പത്രങ്ങളിലും ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാം ബിറ്റ്കോയിൻ ഒരു സ്ഥിരം ചർച്ചാ വിഷയമാണ്. 2009 ജനുവരിയിൽ കണ്ടുപിടിച്ച ഒരു ഡിജിറ്റൽ കറൻസിയാണ് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ കണ്ടുപിടിച്ച വ്യക്തിയുടെയോ വ്യക്തികളുടെയോ ഐഡൻറ്റിറ്റി ഇപ്പോഴും രഹസ്യമാണ്. എല്ലാ ബിറ്റ്കോയിൻ ഇടപാടുകളും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരിശോധിക്കും. ഉടനെ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് പിയർ ടു പിയർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ് ബിറ്റ്കോയിൻ. ഈ പ്രക്രിയ ഡിജിറ്റലായും വളരെ സുരക്ഷിതമായിട്ടാണ് നടക്കുന്നത്. ബിറ്റ്കോയിൻ ഒരു പൈസയിൽ നിന്ന് 15 വർഷങ്ങൾ കൊണ്ട് $73,750 ഉയർന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇതിൻ്റെ ഇടയിൽ ഒരു ബാങ്കിൻ്റെയോ ആവശ്യമില്ല എന്നതാണ്. ഈ മുഴുവൻ സംവിധാനങ്ങളും നിയന്ത്രിക്കുന്നത് ഒരു വ്യക്തികൾ തന്നെയാണ്, അതായത് നമ്മളെ പോലെയുള്ള ഉപയോക്താക്കൾ. ഇതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സതോഷി മോട്ടോയുടെ കയ്യിൽ വലിയൊരു ശേഖരണമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതല്ലാതെ വ്യക്തികൾ, സ്ഥാപകർ, ചില രാജ്യങ്ങൾ പോലും ബിറ്റ്കോയിൻ വാങ്ങി സൂക്ഷിക്കുന്നുണ്ട്.